Hi guys, welcome to the channel. In this video, we are going to discuss about how to build a real chemistry career and how to make it more fantastic. Okay, so ഈ ഒരു വീഡിയോ 3-4 സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പറയേണ്ട കാര്യങ്ങൾ കുറച്ചാണെങ്കിൽ കൂടിയും വ്യക്തവും ശക്തവുമായി പറയാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഓരോരോ ചെറിയ പാട്ടായിട്ട് നമുക്ക് തുടങ്ങാം. ഹൗ ടു ബിൽഡ് എ റിയൽ കെമിസ്ട്രി കരിയർ ഇൻ ഇന്ത്യ, ഒരു ഇന്ത്യൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് നമ്മൾ ഗ്രോയിങ് ആണ്, ഡെവലപ്പിംഗ് കൺട്രിയാണ്. സോ കെമിസ്ട്രിയുടെ ഇനി ആവശ്യമുണ്ട്. ഒത്തിരി ആൾക്കാർ കെമിസ്ട്രി പഠിച്ച് നമ്മുടെ സെക്ടറിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഞാനും കെമിസ്ട്രി കരിയറിൻ്റെ ഒരു മിഡ് ജേർണി ലെവലിലാണ് എത്തിയിട്ടുള്ളൂ. എനിക്ക് 2.5 years ഓഫ് എക്സ്പീരിയൻസേ ഉള്ളൂ. ആൻഡ് നമുക്ക് ഒന്നിച്ച് ഇതിൽ ട്രൈ ചെയ്യും. ഓക്കെ, ഇതിൽ ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ മാത്രമാണ്. ഔട്ട് ഓഫ് ദാറ്റ് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. സെക്ഷൻ 1 ഈസ് യുവർ ഫസ്റ്റ് ജോബ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. This is non-negotiable and this is one of the most thing that determines everything else. ഇപ്പോൾ പേടിക്കണ്ട, സാലറിയോ കമ്പനിയുടെ പേരോ MNC ആണോ അല്ലയോ ഇതൊന്നുമല്ല. നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് ജോബ് ചൂസ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാൻ കാരണം എന്ന് പറയുന്നത്. ഡിഗ്രി കഴിഞ്ഞ് ഫസ്റ്റ് ജോബിലേക്ക് എൻ്റർ ചെയ്യാണ്. സോ വാട്ട് ഈസ് ദാറ്റ്? നിങ്ങളുടെ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ആണ്. നിങ്ങൾക്ക് ആദ്യമായി കെമിക്കൽ ഇൻഡസ്ട്രിയിലേക്ക് കയറുമ്പോൾ കിട്ടുന്നത് ആ കമ്പനിയിലെ നോളജും കാര്യങ്ങളും എല്ലാമാണ്, അല്ലേ? സോ ആ കയറുന്ന കമ്പനി ഭയങ്കര മോശമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്പേസ് തരുന്നില്ല. സ്ട്രെസ്സും പിന്നെ പ്രഷറും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള വർക്ക്സ് ആണ് തരുന്നത്. നല്ലൊരു മെന്റർ ഇല്ല. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 1 year റെപ്പറ്റേറ്റീവ് വർക്ക് ചെയ്ത് ഒരേ QA/QC ചെയ്ത് അവിടെ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ക്വിറ്റ് ആൻഡ് ഗോ ടു സം അതർ കമ്പനി രാദർ ദാൻ സ്റ്റേയിങ് ഇൻ ദാറ്റ് പൊസിഷൻ. നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് വി ആർ ടെസ്റ്റിംഗ് അവർ സെൽഫ്. നമ്മൾ ഉള്ളത് നല്ലൊരു പൊസിഷനിലാണോ? നമ്മുടെ ഫസ്റ്റ് ജോബ് അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കരിയർ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ എന്ന് പറയുന്നത് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ എന്തെങ്കിലും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനേഴ്സ് നമ്മളോട് തന്നെ ചോദിക്കണം. അതായത് നിങ്ങളൊരു ഇൻഡസ്ട്രിയിൽ കയറി. സോ ആ കയറിയ ജോബ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? വേണ്ടേ? എന്നാലല്ലേ നിങ്ങൾക്ക് CV-യിൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ നാളെ വേറൊരു ജോബിലേക്ക് കയറുമ്പോൾ ഈ CV-യുടെ ബേസിസിനകത്താണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ജോബ് കിട്ടുന്നത്. വാട്ട് ഈസ് ദ കീ റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് യു ഹാവ് ഹാൻഡിൽ? പ്രൊജക്ട് വർക്ക്, ഹു വാസ് ദ മെന്റർ, how much you learn, what are the techniques you learn, what are the instrument you have handled, and how much you know about the industry itself. So these are all the valid questions. സോ ചുമ്മാ വിടരുത് നിങ്ങൾ കയറിയ ഫസ്റ്റ് ഇൻഡസ്ട്രി. നിങ്ങൾ കയറിയ ഇൻഡസ്ട്രി നിങ്ങളുടെ കഴിവിനനുസരിച്ച് വളർച്ച ഉണ്ടാവുമോ? നിങ്ങൾ കയറിയ ഇൻഡസ്ട്രി നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഗ്രോയിങ് ആണോ? നിങ്ങളെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. Question number 1, will they give you responsibility or will you be doing the same repetitive work always? ചില കമ്പനീസ് നമ്മളെ ഗ്രാജുവേറ്റ്സിനൊക്കെ ചുഴുവിന് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ എടുത്തിട്ട് കമ്പനിയിലേക്ക് എൻ്റർ ചെയ്യിക്കും. ലാബ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ എന്താ പറയുക QC കെമിസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കെമിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കയറി കഴിയുമ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഒരേ കാര്യം 100 തവണ ചെയ്യാന്നായിരിക്കും. ഒരേ പ്രൊഡക്റ്റിന്റെ QC/QA ടെസ്റ്റ് ചെയ്യുക, ഒരേ ആപ്ലിക്കേഷൻ ചെയ്യുക, ഒരേ കാര്യങ്ങൾ ചെയ്യുക. ഇത് തന്നെയായിരിക്കും. pH ടെസ്റ്റ് ചെയ്യുന്നു, വിസ്കോസിറ്റി ടെസ്റ്റ് ചെയ്യുന്നു, കളർ ആൻഡ് അപ്പിയറൻസ് നോക്കുന്നു, ദെൻ ടൈട്രേഷൻ ചെയ്യുന്നു, ഓക്കെ പാസ്സായി ടെസ്റ്റ് ആക്കി വിടുന്നു, രജിസ്റ്ററിൽ നോട്ട് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്, നത്തിങ് എൽസ്. ഈ ഒരു കാര്യമായിരിക്കും 100,000 തവണ ആ ലാബിൽ നിന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ലാബിൽ കയറിയിട്ടുണ്ട്, നിങ്ങൾക്കൊരു ജോബ് ഉണ്ടെങ്കിൽ ചെക്ക് ദാറ്റ് ഇഫ് യു ആർ ഡൂയിങ് ദ റൈറ്റ് തിങ്. അതായത് നിങ്ങൾ ഒരേ പ്രൊഡക്റ്റ് 100 തവണ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് പാസ്സാക്കി വിടുക മാത്രമാണോ ചെയ്യുന്നത്? അതോ നിങ്ങൾക്ക് നിങ്ങളുടെ മാനേജർ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യാൻ തരുന്നുണ്ടോ? നിങ്ങൾക്ക് പുതിയതായിട്ട്, അതായത് ഔട്ട് ഓഫ് യുവർ എഡ്യൂക്കേഷണൽ നോളജ് ഓർ ഔട്ട് ഓഫ് എനിത്തിങ് എൽസ് നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും അവിടെ നിന്ന് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? നിങ്ങളുടെ മാനേജർ വന്നിട്ട് പറയാണ് ഇതൊക്കെ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് റിയൽ വർക്ക് തരാം, അല്ലെങ്കിൽ ഒരു 6 month ഷാഡോ പൊസിഷനിലായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ക്വിറ്റ് ചെയ്യുക. അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഒന്നും പഠിക്കാനില്ല. അതല്ല, നിങ്ങളുടെ അടുത്ത് വന്ന ഇൻസ്ട്രക്ടർ പറയുകയാണ് ഫോർമുലേഷൻ അല്ലെങ്കിൽ പ്രോസസ് വർക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദേ ആർ ഗിവിംഗ് എ ഗുഡ് റെസ്പോൺസിബിലിറ്റി ഫോർ യു. സോ നിങ്ങൾ ഒരു ജോബിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ലേൺ ദ ബെറ്റർ തിങ് ഫ്രം ദാറ്റ് കമ്പനി ഇൻസൈഡ്, അല്ലേ? സോ അത് നിങ്ങൾ ആദ്യം ചോദിച്ച് നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ, നിങ്ങൾ നിൽക്കുന്ന ആ ഒരു കമ്പനി നല്ലതാണോ എന്ന് ടെസ്റ്റ് ചെയ്യുക. And the second question is there an experienced person who is gonna be mentoring you? This is critical.
സോ നിങ്ങളെ മറ്റൊരാൾ പഠിപ്പിക്കുന്നതിന് മുമ്പ്, അത് നിങ്ങളുടെ സീനിയർ ആവാം, സീനിയർ എക്സിക്യൂട്ടീവ് ആവാം, നിങ്ങളുടെ മാനേജർ ആവാം, എനിബഡി ഹൂ ഈസ്, നിങ്ങളെ പഠിപ്പിച്ച് തരുന്നതിന് മുമ്പ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ മെന്റർ ചെയ്യുന്ന ഒരാൾ എക്സ്പീരിയൻസ്ഡ് അല്ല, പ്രോബ്ലംസിന് സോൾവ് ചെയ്യുന്നതിനകത്ത് എക്സ്പീരിയൻസ്ഡ് അല്ല, ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വെളിവും ബോധവും ഇല്ലാതാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്നുണ്ടെങ്കിൽ അയാളുടെ അണ്ടറിൽ മെന്റർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. സോ ദാറ്റ് പേഴ്സൺ ഷുഡ് ബി സംവൺ ഹു ഇസ് നോട്ട് ജസ്റ്റ് സൂപ്പർവൈസിങ് യു, ഹൂ ഈസ് വൺ ഹു റിയലി കെയർ അബൌട്ട് വാട്ട് യു ലേൺ. നിങ്ങൾ പഠിക്കുന്നുണ്ടോ? നിങ്ങൾ ആ കമ്പനിയിൽ ചെന്നാൽ അല്ലെങ്കിൽ എൻ്റെ മെന്റർഷിപ്പിനകത്ത് ഈ കുട്ടി നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടോ? ആ പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ നമ്മുടെ വർക്കിലും കാര്യങ്ങളിലും പെർഫോമൻസിനകത്തും കെയർ ചെയ്യുന്ന ഒരാളായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് മിസ്റ്റേക്സ് വരുമ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ മിസ്റ്റേക്സ് ഉണ്ടാക്കാനും മിസ്റ്റേക്സ് ആണെന്ന് മനസ്സിലാക്കാനും കൂടുതൽ 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 കോംപ്ലക്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും എല്ലാം പറ്റത്തുള്ളൂ. ആൻഡ് ഇഫ് യുവർ മെന്റർ ഈസ് സംവൺ ഹു ഡസന്റ് ഈവൻ കെയർ അബൌട്ട് ദാറ്റ്, then your career is gonna be in a bad position. So third question is, will you see the project from start to finish? നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിന്റെ എൻ്റെ സൈക്കിൾ കാണാനായിട്ട് അറിയാനായിട്ട് പറ്റുന്നുണ്ടോ? അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചുമ്മാ പ്രൊഡക്റ്റിന്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് വിട്ട് QC പാസ്സാക്കി ടെസ്റ്റാക്കി വിടുക അല്ലാതെ, അത് കൂടാതെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു പ്രൊജക്ട്, അത് പ്രൊജക്ടിന്റെ പ്രോബ്ലം ഉണ്ടാവുമല്ലോ, ഒരു പ്രോബ്ലത്തിനാണ് ഒരു പ്രൊജക്ട് തരുന്നത്. സോ ആ പ്രൊജക്ടിന്റെ പ്രോബ്ലം സോൾവ് ആക്കി ടെസ്റ്റാക്കി പാസ്സാക്കി വിടാം എന്നതല്ലാതെ ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു, അതൊരു ഫോർമുലേഷനിലേക്ക് ആക്കി, ആ ഫോർമുലേഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്തു, ആപ്ലിക്കേഷൻ ചെയ്തു, ടെസ്റ്റ് ചെയ്തു, അനാലിസിസ് ചെയ്തു, അങ്ങനെ പല കെമിക്കൽ, ഫിസിക്കൽ ആൻഡ് എവറിഥിങ് വി ഡു എ ടെസ്റ്റിംഗ്. സോ നമ്മൾ ആ ടെസ്റ്റ് ചെയ്തു, അതിന്റെ റെഗുലേറ്ററി കംപ്ലൈൻസ് നമ്മൾ ചെക്ക് ചെയ്തു, അത് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് അപ്സ്കെയിൽ ചെയ്തു, ആ പ്രൊഡക്ഷൻ അപ്സ്കെയിൽ ചെയ്തത് കസ്റ്റമേഴ്സിലേക്ക് എത്തി, അങ്ങനെ മാർക്കറ്റിൽ അതിന്റെ അപ്ഡേറ്റ് അറിയുന്നുണ്ടോ, അതിന്റെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടോ, ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ഇതിന്റെ എൻറ്റയർ തിങ് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ യു ആർ ഇൻ എ വെരി ഗുഡ് പൊസിഷൻ. എൻ്റെ മാനേജർ പറയുന്ന പോലെ ഒരു കുഞ്ഞാണ് ഒരു പ്രൊഡക്റ്റ്. ആ കുഞ്ഞ് ജനിക്കുന്നത് തൊട്ട് ആ കുഞ്ഞിനെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ കൈവിട്ടാലും നമ്മൾ ഇല്ലെങ്കിലും അത് ഒറ്റയ്ക്ക് ജീവിക്കും എന്ന ഒരു പൊസിഷൻ വരുന്നത് വരെ നമ്മൾ അതിൻ്റെ കൂടെ ഉണ്ടാവണം. അതുപോലെയാണ് ഒരു പ്രൊഡക്റ്റും. നമ്മളൊരു പ്രൊഡക്റ്റിൽ മാർക്കറ്റിലേക്ക് വിടുമ്പോൾ ആ വിടുന്നതിന് മുന്നേ നമ്മൾ ആ മാർക്കറ്റിന്റെ എക്സ്പോഷറിലേക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ആ പ്രൊഡക്റ്റിനെ പ്രിപ്പയർ ചെയ്യണം. അതാണ് ഫോർമുലേഷന്, ടെസ്റ്റിങ്, അനാലിസിസ്, ലാബ് റിപ്പോർട്ട്, റെഗുലേറ്ററി കൺസേൺ, അങ്ങനെ പല കാര്യങ്ങൾ വരുന്നത്. ആൻഡ് ദെൻ ഈവൺ ഇഫ് നമ്മൾ മാർക്കറ്റിലേക്ക് വിട്ടു, ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കണമല്ലോ. അതാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ആ പ്രൊഡക്റ്റ്, നമ്മുടെ ആ കുഞ്ഞ് അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ ഈ പാരന്റ്സ് പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ട് ഒപ്പിടാൻ വേണ്ടിയിട്ട് പാരന്റ്സിനെ കുട്ടികളുടെ നേതൃത്വത്തിൽ വിളിക്കുമല്ലോ, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതുപോലാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിന്റെ ഫീഡ്ബാക്ക്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ചുമ്മാ അതിനങ്ങ് പൊക്കോട്ടെ, ആ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ, അങ്ങനെയല്ല. അതുപോലെ തന്നെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ബെറ്റർ ആക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സോ ഇറ്റ് ഈസ് ലൈക്ക് എ ബേബി സിറ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ഹൗ യു ഗ്രോ എ ലിറ്റിൽ ബേബി ഇൻ ടു സംവൺ എ ഗുഡ് മാൻ ഓർ എ ഗുഡ് വുമൻ. സോ അതുവരെ നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ച് കണ്ട് മനസ്സിലാക്കി പ്രവർത്തിച്ച് ചെയ്യണം. സോ ദാറ്റ്സ് എ പോയിന്റ്. ദ മെന്റർ യു ആർ വിത്ത് really care about you. So that's how you see the project from start to end. So the next question is it a company that really value the chemistry knowledge? സോ ചില കമ്പനീസ് ഉണ്ട്, അവർക്ക് കെമിസ്ട്രി ഒരു സെക്കൻഡറി തിങ് ആയിരിക്കും. റീസെല്ലിങ്, സപ്ലയേഴ്സ്, അങ്ങനെ. അതായത് ഒരു കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് റോ മെറ്റീരിയൽ വാങ്ങുന്നു, അത് ഡൈലൂട്ട് ചെയ്തിട്ട് കൊടുക്കുന്നു. സോ അവിടെ കെമിസ്ട്രിയുടെ നോളജും കാര്യങ്ങളും വർക്കിംഗ് വളരെ കുറവാണ്. സോ അവിടെ കെമിസ്ട്രി ഇല്ല. പക്ഷെ നിങ്ങൾ കയറിയ കമ്പനി, ഫോർ എക്സാമ്പിൾ FMCG, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, വാട്ട് എവർ ദ കമ്പനി ദാറ്റ് യു ടാപ്പ് ഇൻ, അവിടെ കെമിസ്ട്രി എന്ന് പറയുന്നത് വാലിഡ് ആയിരിക്കണം. കെമിസ്ട്രി ആയിരിക്കണം അവരുടെ കോർ സബ്ജക്റ്റ്, കെമിസ്ട്രി ആയിരിക്കണം അവരുടെ കോർ പ്രൊഡക്റ്റ്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് അവിടെ നിന്നിട്ട് കാര്യമുള്ളൂ. അത് അല്ല ചുമ്മാ ടെസ്റ്റിങ്, pH നോക്കുന്നു, വിസ്കോസിറ്റി നോക്കുന്നു, കളർ ആൻഡ് അപ്പിയറൻസ് നോക്കുന്നു, ബാച്ച് നമ്പർ എഴുതിയിരിക്കുന്നു, ടെസ്റ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് പാസ്സാക്കി വിടുന്നു. അവിടെ ഒരു ഗ്രോത്ത് ഇല്ല, അവിടെ കെമിസ്ട്രി വാല്യുബിൾ അല്ല. പക്ഷെ കെമിസ്ട്രി വാല്യുബിൾ ആവുന്നത് കോംപ്ലക്സ് പ്രോബ്ലംസും സൊല്യൂഷൻസും വരുമ്പോഴാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന്റെ അന്തസത്ത, കോർ എന്ന് പറയുന്നത് കെമിസ്ട്രി ആവുമ്പോഴാണ്. കെമിസ്ട്രി എസെൻഷ്യൽ ആയുള്ള സ്ഥലത്ത് നിങ്ങൾ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഒരു സ്പേസ് കിട്ടുന്നത്. കാരണം കെമിസ്ട്രി കോർ ആവുമ്പോൾ അവിടെ കുറെ പ്രശ്നങ്ങൾ വരും, കുറെ പ്രോബ്ലംസ് വരും, കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരും. സോ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അങ്ങനെ വരാത്തടത്ത്
കെമിസ്ട്രി അത്ര വാല്യൂബിൾ അല്ല എന്ന് തന്നെ ഞാൻ പറയും. സോ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ അത് സോൾവ് ചെയ്യും. സോ നമ്മളത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി റിയൽ ഇൻഡസ്ട്രിയൽ നോളജ്, റിയൽ ഇൻഡസ്ട്രിയൽ തിങ്ങിലേക്ക് നമ്മൾ വരും. എന്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ഫെയിലായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് സെപ്പറേഷൻ വന്നു, എന്തുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സെപ്പറേറ്റിംഗ് സ്റ്റെബിലിറ്റി ഇഷ്യൂ കാണിക്കുന്നു, എന്തുകൊണ്ട് ഇത് ബയോസൈഡൽ ആക്ടിവിറ്റി കുറവ് കാണിക്കുന്നു, എന്തുകൊണ്ട് ഈ ഒരു എൻസൈം പ്രവർത്തിക്കുന്നില്ല, എന്തുകൊണ്ട് ഈ ഒരു അബ്രേഷൻ വരുന്നു. സോ നോർമൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന് എന്തൊക്കെയോ ചെറിയൊരു പ്രശ്നം വന്നു, ഒരു സെപ്പറേഷൻ വന്നാൽ സ്റ്റെബിലിറ്റി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ വന്നു, നിങ്ങളുള്ള സമയത്താണ് വന്നത്. You should be happy because that is a learning opportunity that you got. ചുമ്മാ എല്ലാം ചെയ്തു തന്നിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനത്തെ പ്രോബ്ലംസ് വരണം. പ്രോബ്ലംസ് വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, ആ ഒരു മെട്രിക്സിൽ നിന്ന് പുറത്തേക്ക് വരും. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോളജ് ഉണ്ട്, ടീച്ചർമാരൊക്കെ പഠിപ്പിക്കുന്ന ഇക്വേഷൻ ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ ബാലൻസ് ചെയ്യുക, ടൈട്രേഷൻ ചെയ്യുക, ഇതൊന്നുമല്ല റിയൽ ലൈഫ്. ഇതിനൊന്നും ഇപ്പോൾ വിസ്കോസിറ്റി ഒക്കെ പണ്ട് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത്, ഈ ഇക്വേഷൻസ് വെച്ചിട്ടല്ലേ കാൽക്കുലേറ്റ് ചെയ്തത്. ഇക്വേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, വിസ്കോമീറ്റർ അവിടെ ഇരിപ്പുണ്ട്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതൊന്നും പഠിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പ്രോബ്ലംസ് വരണം. പ്രോബ്ലംസ് വന്നാലാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോൾവ് ചെയ്യുമ്പോഴാണ് പുതിയ 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 കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണെങ്കിൽ നല്ല ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പം ഓർണമെന്റ്സിനെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. സോ ആ ഒരു പ്രൊഡക്റ്റിന് സെപ്പറേഷൻ ഇഷ്യൂ വന്നിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊരു പ്രൊജക്റ്റായിട്ട് തന്നു. അപ്പം ഞാൻ പോയി അതിലെ റോ മെറ്റീരിയൽസ് എടുത്തു. സോ ആ പ്രൊഡക്റ്റ് നോക്കിയപ്പോൾ എന്താ 5-6 റോ മെറ്റീരിയൽ ഉണ്ട്, ഇത്രയ്ക്കല്ലേ ഉള്ളൂ, എന്തെങ്കിലും പ്രശ്നമായിരിക്കും, എടുത്തു നോക്കാം. എടുത്തു നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. 4 തവണ എടുത്തു, 5 തവണ എടുത്തു, 6ാമത്തെ തവണ എടുത്തു, ഒരു കുഴപ്പമില്ല. ഞാൻ എടുക്കുന്നതെല്ലാം പക്കയായിട്ട് വരുന്നു. അത് വേറെ ആളെ കൊണ്ട് എടുപ്പിച്ചു, അസിസ്റ്റന്റിനെ കൊണ്ട് എടുപ്പിച്ചു, അപ്പോഴും സാധനം സെറ്റായിട്ട് വരുന്നു. ദെൻ ഐ ആസ്ക് മൈ സെൽഫ്, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? അത് കഴിഞ്ഞിട്ട് അവർ അതേ പ്രൊഡക്ഷൻ എടുത്തു. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന് സെപ്പറേഷൻ കണ്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ വന്നു? അപ്പോഴാണ് ഞാൻ അതിന്റെ റൂട്ട് കോസ് അനാലിസിസിലേക്ക് ഡീപ് ഡൗൺ ചെയ്തത്. റോ മെറ്റീരിയൽ എന്തൊക്കെയാണ്, സിംഗിൾ റോ മെറ്റീരിയൽ എന്താണ്, ആ സിംഗിൾ റോ മെറ്റീരിയലിനെ കുറിച്ച് ഞാൻ പഠിച്ചു. ആ സിംഗിൾ റോ മെറ്റീരിയൽ വരുന്നത് ഏത് സപ്ലയറിൽ നിന്നാണ്, ഏതാണ് അതിന്റെ ബാച്ച് നമ്പർ, അതിന്റെ സ്പെസിഫിക്കേഷൻസ് കറക്റ്റ് ആയിരുന്നോ, QC അത് പാസ്സാക്കിയിട്ടാണോ വിട്ടത്, അങ്ങനെ പല കാര്യങ്ങൾ. ദെൻ അത് നമ്മൾ ട്രയൽ എടുത്ത് നോക്കിയോ, ചെറിയൊരു സാമ്പിൾ ട്രയൽ എടുത്ത് ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിയിട്ടാണോ നമ്മൾ ബൾക്കിലേക്ക് അത് വിട്ടത്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. നമ്മൾ നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യും, നമ്മൾ ആ ഫോർമുലേഷനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യും. എന്തുകൊണ്ട് ഇത് ഇത്ര പെർസെൻറ്റേജ് ഇട്ടു, എന്തുകൊണ്ട് ഇത് ഇത്ര പെർസെൻറ്റേജ് കുറഞ്ഞു, എന്തുകൊണ്ട് ഇത് 3rd സ്റ്റെപ്പിൽ ആഡ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഇത് 4th സ്റ്റെപ്പിൽ അജിറ്റേഷൻ കൂടുതൽ RPM കൊടുക്കേണ്ടി വരുന്നു, എന്തുകൊണ്ട് ഇത് ഇരിക്കുമ്പോൾ സെപ്പറേഷൻ വരുന്നില്ല, എന്തുകൊണ്ട് ഇത് ടെമ്പറേച്ചർ കൂടുമ്പോൾ സെപ്പറേഷൻ വരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ. സോ ദാറ്റ് ഈസ് വെർ യു ലേൺ മോർ തിങ്സ്. പേടിക്കണ്ട, ഇതൊക്കെ നോർമലാണ്. And I love chemistry. പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. I love my job. I love my first job. Being a research and development chemist was so fantastic. Everyday problems വരും, നമ്മളത് സോൾവ് ചെയ്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കണം. സോ ഓപ്പൺ ടു ലേണിംഗ് ഈസ് റിയലി ഗുഡ്. നമുക്ക് പുതിയ കാര്യങ്ങൾ പിന്നെയും അറിയാനും പഠിക്കാനും പറ്റും. ഇങ്ങനെയാണ് നിങ്ങൾ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ പ്രോബ്ലം സോൾവിങ് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നൊക്കെ സിവിയിൽ ആഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു നല്ലൊരു കെമിസ്റ്റിന് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കമ്മ്യൂണിക്കേഷൻ ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. QC ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, മാനേജർ ഉണ്ട്, സപ്ലയർ ഉണ്ട്, പ്രൊഡക്ഷൻ ടീം ഉണ്ട്, ദെൻ സെയിൽസ് ടീം ഉണ്ട്, അതുപോലെ റോ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്ന ടീംസ് ഉണ്ട്. ഇവരെല്ലാവരും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതിനെക്കുറിച്ച് എല്ലാം അറിയാൻ പറ്റുള്ളൂ. അതല്ല, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. പൊതുവെ ഞാൻ കണ്ടുവരുന്ന ഗ്രാജുവേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു തിങ്ങാണ് സാലറി എത്ര കിട്ടും എന്നതിന്റെ ബേസിൽ ഒരു കമ്പനിയിലേക്ക് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി നല്ലൊരു കമ്പനിയാണ്, 19,000 രൂപ സാലറി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർ ഒരൊറ്റ പ്രൊഡക്റ്റ് ആണ് 100 തവണ ടെസ്റ്റ് ചെയ്ത് QA QC കളിക്കുന്നതെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാനുള്ളത്? ഒന്നും പഠിക്കാനില്ല. ചുമ്മാ സാലറിക്ക് വേണ്ടി അവിടെ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. ഗ്രോത്ത് എവിടെ നിന്ന് കിട്ടും? ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ സിവിയിൽ എന്ത് ആഡ് ചെയ്യും? ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, അതിന്റെ QC QA എത്ര തവണ പഠിച്ചു, അത് മാത്രമേ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളൂ. ഒന്നും ആഡ് ചെയ്യാനില്ല വേറെ. സോ ഈവൻ ഈ ചില കമ്പനീസ് 20K to 6K 10K ഒക്കെ ആയിരിക്കും സ്റ്റാർട്ടിങ് ട്രെയിനിങ് കൊടുക്കുന്നത്, ദെൻ ഒരു 20K ഹൈക്ക് കൊടുക്കും. സോ ഞാൻ ആ കമ്പനീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ കൊടുക്കുന്ന കമ്പനീസ് ഉണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു എക്സ്ട്രാ മോർ നോളജ് ആയിരിക്കും, എക്സ്ട്രാ മോർ ലേണിംഗ് കപ്പാബിലിറ്റി ആയിരിക്കും. അവിടെ നല്ലൊരു സ്പേസ് ഉണ്ടാവും റിസർച്ച് ചെയ്യാനും പഠിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും എല്ലാത്തിനകത്തും. അവിടെ എങ്ങനെ പഠിക്കും?
നിങ്ങൾ അവിടെ ആ ഒരു 20K തരുന്ന കമ്പനീൻ്റെ അകത്ത് നിങ്ങളുടെ ഫോർമുലേഷൻ ഡെവലപ്പ് ചെയ്യാൻ പഠിക്കും, പ്രോബ്ലം സോൾവിങ് പഠിക്കും, കമ്മ്യൂണിക്കേഷൻ പഠിക്കും, QC/QA പഠിക്കും, റെഗുലേറ്ററി കംപ്ലയൻസ് പഠിക്കും, മാർക്കറ്റിംഗ് പഠിക്കും, ദെൻ റോ മെറ്റീരിയൽ കോസ്റ്റിംഗ് പഠിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്പേസ് ഉണ്ടാവും. ഇറ്റ് കംസ് ടു യുവർ ഫസ്റ്റ് ജോബ്, ഇറ്റ് നോട്ട് ജസ്റ്റ് എ പേ ചെക്ക്, ഇറ്റ്സ് ഹൗ യു ഗോണ ബി പെർഫോമിങ് ഫോർ ദ 3 to 5 years. എനിക്ക് എൻ്റെ സാലറി വളരെ ലോ ആയിരുന്നു. ഒരു 6K ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയിരുന്നത്. പിന്നീടാണ് ട്രെയിനിങ് പൊസിഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 12K ആയിട്ട് ഹൈക്ക് തന്നത്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് വാസ് സോ ഗുഡ് എന്ന് പറഞ്ഞാൽ ഫോർമുലേഷൻ, റിസർച്ച്, QA/QC, റെഗുലേറ്ററി കംപ്ലയൻസ്, മാർക്കറ്റിംഗ് അനാലിസിസ്, സെയിൽസ് ടീമായിട്ടുള്ള കോർഡിനേഷൻ, സപ്ലയർ കോർഡിനേഷൻ, BDMs ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഡയറക്ടേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കോസ്റ്റിംഗ് ടെക്നിക്, ലാബ് ടു പ്ലാൻ സ്കെയിലിംഗ് ഇഷ്യൂസ്, ഇതെല്ലാം ഞാൻ പഠിച്ചത് ആ ഒരൊറ്റ കമ്പനിയിൽ നിന്നാണ്. 1 year കഴിഞ്ഞിട്ട് ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഐ വാസ് സോ കോൺഫിഡൻറ്റ് ടു ഹാൻഡിൽ ആൻ എൻറ്റയർ ടീം. ഐ ക്യാൻ സേ ദാറ്റ് എനിക്കൊരു എൻറ്റയർ ടീം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും ഒരു നോളജും എനിക്ക് CV-യിൽ ആഡ് ചെയ്യാനായിട്ട് എക്സ്ട്രാ പേജ് വരെ വേണ്ടി വന്നു. അത്രയേറെ കുറച്ചിട്ടാണ് ഞാൻ CV-യിൽ 1 പേജിൽ 2 പേജിലൊക്കെ ഒതുക്കിയത്. അത്രയേറെ ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. ആൻഡ് മൈ മെൻറ്റർ വാസ് സോ ഗുഡ്. എന്നെ ഗൈഡ് ചെയ്ത മെൻറ്ററും കൂടുതൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് തന്നു. അതുപോലെ കമ്പനി നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തു. അപ്പം നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കുക, നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും നല്ല പോയിന്റ്. സോ ഫസ്റ്റ് ജോബ് ചൂസ് ചെയ്യുമ്പോൾ നല്ല കമ്പനി, പേര് കേട്ട കമ്പനിയാണ്, സാലറി പാക്കേജ് എത്രയുണ്ട് നല്ല ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ കയറിയ കമ്പനിക്ക് നിങ്ങൾക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി, എന്ത് ഗ്രോത്ത്, എന്ത് ലേണിംഗ് കാപ്പബിലിറ്റിയാണ് തരുന്നത് എന്നാണ്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ പ്രൊജക്റ്റ് ചെയ്തു, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്തു, നിങ്ങളുടെ മെൻറ്റർ ആരാണ്, മെൻറ്റർ നല്ല രീതിയിൽ മെൻറ്ററിങ് ആണോ അതോ ചുമ്മാ സൂപ്പർവിഷൻ ആണോ, നിങ്ങൾ എന്തൊക്കെ പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്, പ്രൊജക്റ്റ് ഫ്രം ടോപ്പ് ടു ബോട്ടം നിങ്ങൾ അറിയുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും വാലിഡ് ആണ്. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ജോബിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ നമുക്ക് സ്പെഷ്യലൈസേഷൻ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോഴത്തേനും ബൈ.